ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചില്ലി പിക്കിൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, ഏകദേശം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായം, കടുക്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കടുകെണ്ണയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അച്ചാറായതുകൊണ്ട്. പിന്നെ എൻ്റെ തൊട്ട് ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി എരിവുള്ള മുളക് പൊടി വേണ്ട, ബിക്കോസ് നമ്മൾ ഓൾറെഡി ചില്ലിയാണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂണിന് നമ്മുടെ കായപ്പൊടിയും പിന്നെ നമ്മൾ ആ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഏകദേശം ഒരു 2 സ്പൂൺ അളവിന് ചൊറുക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വിനാഗിരി. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് മൂടി വെക്കരുത്, തുറന്ന് തന്നെ വെക്കണേ. തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിക്കകത്ത് സ്റ്റോർ ചെയ്ത് നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.